ചരിത്രം തനിയാവർത്തനം എന്നാണ് പറയുക. ഇത്തവണത്തെ മന്ത്രിസഭാ രൂപീകരണത്തിൽ ചരിത്രത്തിന്റെ ഈ ലൂപ്പിങ്ങിനെ പൊളിച്ചെഴുതിയ രണ്ട് സംഭവങ്ങളുണ്ടായി. ബ്രേക്കിംഗ് ദ വീൽ. നമ്പർ 1, മുസ്ലിം ലീഗ് നേതാവ് PK ബഷീർ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ചരിത്രത്തിന്റെ പിന്നിലേക്ക് പോയാൽ 1991 PK ബഷീറിന്റെ അച്ഛൻ പിതാവായ സീതി ഹാജി, അന്ന് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവാണ് സീതി ഹാജി. സീതി ഹാജി മന്ത്രിയാകും എന്ന് എല്ലാവരും കരുതി. പത്രമാധ്യമങ്ങളിലൊക്കെ അത് വന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തെക്കാൾ ജൂനിയറായ PK കുഞ്ഞാലിക്കുട്ടിയെ മന്ത്രിയാക്കിയിട്ടും സീതി ഹാജിയെ മന്ത്രിയാക്കിയില്ല. ലീഗുകാർ അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല. അദ്ദേഹത്തിന് നിരാശയുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു അന്ന് കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ കെ കരുണാകരൻ സീതി ഹാജിയെ ചീഫ് വിപ്പാക്കി. അന്നാണ് സീതി ഹാജി അദ്ദേഹത്തിന്റെ മാസ് ഡയലോഗ് അടിച്ചത്, ലീഗുകാർ നമ്മളെ ചീപ്പാക്കി, പക്ഷേ കരുണാകരൻ നമ്മളെ വിപ്പാക്കി എന്ന്. അധികം താമസിയാതെ 1991 അവസാനം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. മന്ത്രിയാകാതെയാണ് സീതി ഹാജി മരണപ്പെട്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ PK ബഷീർ മന്ത്രിയാകുമെന്ന് എല്ലാവരും കരുതിയ പോലെ തന്നെ PK ബഷീറിനെ ലീഗുകാർ മന്ത്രിയാക്കി. ഏറ്റവും നല്ല നിയമസഭാ സാമാജികൻ എന്ന പേര് കേട്ട ബഷീറാക്ക തീർച്ചയായും മന്ത്രിയാകേണ്ട ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കിയ ലീഗിന് അഭിനന്ദനം. ഇത്തവണ അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല എങ്കിൽ ഇതിലും നല്ല തഗ് PK ബഷീറും അതുപോലെ തന്നെ ഇടവണ്ണക്കാരും പറയുമായിരുന്നു. നമ്പർ 2, കരുണാകരന്റെ മകൻ മുരളീധരൻ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2001 അധികാരത്തിലെത്തിയ AK ആന്റണി ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ സമയത്ത് മുരളീധരൻ MLA അല്ലായിരുന്നു, അദ്ദേഹം KPCC പ്രസിഡന്റായിരുന്നു. എന്നാൽ 2004 മുരളീധരൻ മന്ത്രിസഭയിൽ ചേരുകയും അദ്ദേഹം വൈദ്യുത മന്ത്രിയാവുകയും ചെയ്തു. മന്ത്രിയായതിനു ശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് MLA ആവാമെന്നാണ് കരുതിയത്. പക്ഷേ കേരള ചരിത്രത്തിൽ ഇലക്ഷനിൽ പരാജയപ്പെട്ട ആദ്യത്തെ മന്ത്രി എന്നുള്ള ഖ്യാതിയാണ് മുരളീധരനെ കാത്തിരുന്നത്. അദ്ദേഹം വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിന് ത്രികോണ മത്സരത്തെ അതിജീവിച്ച് ജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്തു എന്നത് ബ്രേക്കിംഗ് ദ വീലാണ്. ഇതോടൊപ്പം ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇദ്ദേഹം മന്ത്രിയായി ഇലക്ഷനിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ഈ ഒരൊറ്റ സംഭവം കാരണം, ചരിത്രത്തിലെ ഈ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് നമ്മുടെ മറ്റേ പുള്ളി KC ലാൻഡ് ചെയ്യാതിരുന്നത്. സോ ചരിത്രം ആവർത്തിക്കുക മാത്രമല്ല, അത് ചില സമയങ്ങളിൽ ആ ലൂപ്പിനെ പൊളിച്ചെഴുതുകയും ചെയ്യും. ബ്രേക്കിംഗ് ദ വീൽ എന്ന് പറയുന്നത്.